ഹായ് ഓൾ, എല്ലാവർക്കും കെമിസ്ട്രി ടിപ്സിന്റെ യൂട്യൂബ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. കേരള PSC നടത്തുന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസസിലേക്കുള്ള ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ പ്രിപ്പറേഷനായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതായത് PSCയുടെ പുതിയ സിലബസ് പ്രകാരമുള്ള ടോപ്പിക്സ് അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് MCQs ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ബ്ലഡ് ആൻഡ് ഫ്ലിബോട്ടമി, ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോഹെമറ്റോളജി, ബോട്ടണി ആൻഡ് സുവോളജി, ഇത്രയും മോഡ്യൂൾസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ പോർഷൻസിൽ നിന്ന് നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് PSC നിശ്ചയിച്ചിട്ടുള്ള ആ മാർക്സ് ഒന്ന് നോക്കാം. പാർട്ട് 1 ഉൾപ്പെട്ട MLT പോർഷൻ, അതായത് അത് ടോട്ടലായിട്ട് 50 മാർക്സ് പറയുന്നുണ്ട്. അതിൽ മോഡ്യൂൾ 2 ഈ ബ്ലഡ് ആൻഡ് ഫ്ലിബോട്ടമിയും ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോഹെമറ്റോളജിയും പിന്നെ ഹെമറ്റോളജി എന്ന് പറയുന്ന ടോപ്പിക്കും ഉൾപ്പെടുന്നത്. ഇത്രയും പോർഷൻസും കൂടെ ചേർത്ത് 13 മാർക്ക്. പിന്നെ പാർട്ട് 4 ആയ ബോട്ടണിക്ക് ടോട്ടലായിട്ട് 10 മാർക്ക്, പാർട്ട് 5 സുവോളജിക്ക് 10 മാർക്ക്. അങ്ങനെയാണ് PSC നിശ്ചയിച്ചിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന എല്ലാ വെനസ്ഡേയ്സിലും നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് എന്നുള്ള ഇത്തരം MCQ വീഡിയോസ് കെമിസ്ട്രി ടിപ്സിലൂടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആന്റിസെപ്റ്റിക് ഓഫ് ചോയ്സ് ഫോർ റൂട്ടീൻ ഫ്ലിബോട്ടമി ഈസ് ഓപ്ഷൻസ് A. tincture of iodine, B. 70% isopropyl alcohol, C. 70% methyl alcohol, D. povidone iodine. ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ B, 70% ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. അപ്പോൾ ഇവിടെ ഫ്ലിബോട്ടമി എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലാബുകളിലും ബ്ലഡ് ബാങ്കിങ് അവിടെ നടത്തുന്ന സ്ഥാപനങ്ങളിലും ബ്ലഡ് കളക്ട് ചെയ്യുന്ന ആ സ്റ്റെപ്സ്, ആ പ്രോസസ്, അതിനെയാണ് ഫ്ലിബോട്ടമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is true concerning human blood? Options: A. The blood of all normal human contain red and white cells, platelets and plasma. B. Some human populations normally lack the ability to produce plasma. C. Proteins are not normal components of the human blood. Option D. None of the above. So answer option A. The blood of all normal human contain red and white cells, platelets and plasma. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ട്രൂ, ബാക്കിയെല്ലാം ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു. സോ തേർഡ് ക്വസ്റ്റ്യൻ, എറിത്രോസൈറ്റ്സ് ഈസ് അനദർ നെയിം ഫോർ ഓപ്ഷൻസ് A. red blood cells, B. white blood cells, C. platelets, D. plasma. Answer option A. red blood cells, also known as erythrocyte. It is a Greek word. Erythro means red, cyte means cells. അടുത്ത important question, fourth question, what is hematocrit? Options: A. a fatal blood disease, B. the portion of red blood cells compared with the total blood volume, option C. a blood pressure measuring device, option D. a medicine that helps stop bleeding. Answer option B. the portion of red blood cell compared with total blood volume. It is known as hematocrit. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. The fixative present in Leishman stain is options: A. buffered formalin, B. acetone-free methanol, C. 10% formalin, D. ethyl alcohol. Answer option B. acetone-free methanol, which is used as the fixative in Leishman stain. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ബ്ലഡ് ആൻഡ് ഫ്ലിബോട്ടമി എന്നുള്ള ടോപ്പിക് ആയിരുന്നു. ഇനി നമുക്ക് ബ്ലഡ് ബാങ്കിങ്ങിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. The first step towards achieving your dreams is having the right coach. Get the best education with Chemistry Tips Education and make your chemistry-based exam dreams come true. Download the app now.
ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻ ഈസ് ഓർ ആർ. സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. 1. ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് റെഡ് സെൽസ്. 2. ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻസ് ഡിറ്റർമിൻ ആൻ ഇൻഡിവിജ്വൽസ് ബ്ലഡ് ഗ്രൂപ്പ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് the antigens of ABO blood group are proteins while the antigens of the RH blood group are sugars. ഇനി ഓപ്ഷൻസ് നോക്കാം. ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയെന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻ എ 1 only, ബി 2 only, സി 1 and 2 only, ഡി 2 and 3 only. ആൻസർ ഓപ്ഷൻ സി 1 and 2 only. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫൗണ്ട് ദ ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻസ് ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് ദ റെഡ് സെൽ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻസ് ഡിറ്റർമിൻ ആൻഡ് ഇൻഡിവിജ്വൽസ് ബ്ലഡ് ഗ്രൂപ്പ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. എന്നാൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയ ദ ആന്റിജൻ ഓഫ് ദ ABO ബ്ലഡ് ഗ്രൂപ്പ് ആർ പ്രോട്ടീൻ വൈൽ ദ ആന്റിജൻ ഓഫ് ദ RH ബ്ലഡ് ഗ്രൂപ്പ് ആർ ഷുഗേഴ്സ്, ആ കാര്യം തെറ്റാണ്. അതായത് ജസ്റ്റ് മാറിപ്പോയി. അതായത് ABO ബ്ലഡ് ഗ്രൂപ്പിലെ ആന്റിജൻസും ഷുഗേഴ്സും RH ബ്ലഡ് ഗ്രൂപ്പിലെ ആന്റിജൻസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ക്യാരക്ടറുമായിട്ടുള്ള ആന്റിജൻസ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം ഇവിടെ തെറ്റും, ബാക്കി 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റ് ശരിയുമാണ്. ഓക്കെ, ഇനി ഏഴാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ട്രൂ റിഗാർഡിംഗ് ദ ABO ബ്ലഡ് സിസ്റ്റം? ഓപ്ഷൻസ് A. People who have the A antigen normally would not produce the anti-A antibody. Option B. People who are the type AB normally produce both anti-A and anti-B antibodies. Option C. The only ABO type blood that normally does not have either A or B antigen is AB. Option D. None of the above. Answer option A. People who have the A antigen normally would not produce anti-A antibody. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്, ബാക്കിയൊന്നും ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് അല്ല. ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം. Which of the following statement or statements is or are not true regarding Karl Landsteiner? Statements 1. Identification and characterization of A, B and O blood groups. 2. Discovered RH factor in blood. 3rd. Got Nobel Prize in 1930. Options A. 3 only, B. 1 and 2, C. 2 and 3, option D. None of the above. Answer ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അതായത് കാൾ ലാൻസ്നെയറുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഇതിൽ 3ഉം കാൾ ലാൻസ്നെയറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതായത് അദ്ദേഹമാണ് ABO ബ്ലഡ് ഗ്രൂപ്പ്സിന്റെ ഐഡന്റിഫിക്കേഷനും ക്യാരക്ടറൈസേഷനും ചെയ്തത്. പിന്നെ RH ഫാക്ടർ ഇൻ ബ്ലഡ് അത് കണ്ടെത്തിയതും കാൾ ലാൻസ്നെയർ ആണ്. ഈ കണ്ടെത്തലിന് അദ്ദേഹത്തിന് 1930 നോബൽ പ്രൈസ് ലഭിച്ചത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. HDN ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻ എ ഹീമോഫീലിയ, ബി എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്, സി തലാസീമിയ, ഡി സിക്കിൾ സെൽ ഡിസീസ്. ആൻസർ ഓപ്ഷൻ ബി എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അതിനെയാണ് HDN അഥവാ ഹീമോലൈറ്റിക് ഡിസീസ് ഇൻ ന്യൂബോൺ, അങ്ങനെ അറിയപ്പെടുന്നത് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. Next, 10th question. Possible blood group of offspring having A group father and A group mother. Options A and B, B A and O, option C A only, option D O only. Answer option B A and O blood group. അപ്പോൾ ഒരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും A blood group ആണെങ്കിൽ കുട്ടിക്ക് പോസിബിൾ ആയിട്ടുള്ളത് A ഗ്രൂപ്പും ആകാം O ഗ്രൂപ്പും ആകാം. നമ്മൾ ബോട്ടണി ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. 11ാമത്തെ ചോദ്യം. പിക്ക് ദ റൈറ്റ് സീക്വൻസ് ഓഫ് ടാക്സോണിക് കാറ്റഗറീസ്. ഓപ്ഷൻസ് എ ഡിവിഷൻ, ക്ലാസ്, ഫാമിലി, ഓർഡർ, ജീനസ്, സ്പീഷീസ്.
Option B, class, division, family, order, genus, species. Option C, division, class, order, family, genus, species. Option D, division, order, class, family, genus, species. Answer option C, division, class, order, family, genus, species. ഇങ്ങനെയാണ് ടാക്സോണമിക് കാറ്റഗറീസ് വരുന്നത്. ഇതിന് മുന്നേ ആയിട്ട് കിങ്ഡം, ഫൈലം അതും കൂടെ ചേർത്താൽ താഴേക്ക് വരുംതോറും കിങ്ഡം, ഫൈലം, ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ് ഇങ്ങനെയായിരിക്കും ടാക്സോണമിക് കാറ്റഗറീസ് വരുന്നത്. ക്വസ്റ്റ്യൻ 12ാമത്തെ ചോദ്യം. മാച്ച് ദ ഐറ്റംസ് ഗിവൺ ഇൻ കോളം 1 വിത്ത് കോളം 2. കോളം 1ലുള്ളത് 1 ഹെർബേറിയം, 2 കീ, 3 മ്യൂസിയം, 4 കാറ്റലോഗ്. കോളം 2ൽ വരുന്നത് 1 it is a place having a collection of preserved plants and animals. 2 a list that enumerate methodically all the species found in an area with brief description aiding identification. 3 it is a place where dried and pressed plant specimens mounted on sheet are kept. 4 a booklet containing a list of characters and their alternates which are helpful in identification of various taxa. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് വരുന്നത് നോക്കിയാൽ മതി. നമുക്ക് ഇനി നേരെ ആൻസറിലേക്ക് പോവാം. മാച്ച് ചെയ്ത് വരുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമ്മുടെ ഈ ഓപ്ഷൻസിനകത്ത് നിന്ന് ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ 1, 3 1ഉം 3 ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതായത് ഹെർബേറിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ഡ്രൈഡ് ആൻഡ് പ്രസ്ഡ് പ്ലാന്റ് സ്പെസിമെൻസ് മൗണ്ടഡ് ഓൺ ഷീറ്റ് ആർ കെപ്റ്റ്. രണ്ടാമത്തേത് കണക്ട് ചെയ്തിരിക്കുന്നത് 4ാമത്തെ സ്റ്റേറ്റ്മെന്റുമായിട്ടാണ്. 2 കീ എന്നാൽ എ ബുക്ക്ലെറ്റ് കണ്ടെയ്നിങ് എ ലിസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് ദെയർ ഓൾട്ടർനേറ്റ്സ് വിച്ച് ആർ ഹെൽപ്ഫുൾ ഇൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് വേരിയസ് ടാക്സ. ഇനി 3ാമത്തേത് പോയിരിക്കുന്നത് സെക്കൻഡ് കോളത്തിലെ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് മ്യൂസിയം എന്നാൽ ഇറ്റ് ഈസ് എ പ്ലേസ് having a collection of preserved plants and animals. ഇനി 4 related to second statement. അതായത് കാറ്റലോഗ് എന്നാൽ a list that enumerate methodically all the species found in an area with brief description aiding identification. അപ്പോൾ ഇതാണ് ഈ മാച്ചിങ്ങിനകത്ത് വരുന്ന കറക്റ്റ് ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ. Xylem translocates. Options A, water and mineral salts only. Option B, water and some organic nitrogen only. Option C, water and mineral salts and some organic nitrogen. Option D, water only. Answer option C, water and mineral salts and some organic nitrogen. ഇതാണ് xylem translocate ചെയ്യുന്നത്. Next question. 14th question. Which one of the following pair of geographical areas show maximum biodiversity in our country? Option A, Sundarbans and Rann of Kutch. Option B, Eastern Ghat and West Bengal. Option C, Eastern Himalaya and Western Ghat. Option D, Kerala and Punjab. Answer option C, Eastern Himalaya and Western Ghat, which include maximum biodiversity in our country. Third question. Dash is the diversity of genes with a species. Option A, genetic diversity. B, species diversity. C, biodiversity. Option D, none of the above. Answer option A, genetic diversity. It is a diversity of genes within a species. ഇനി സുവോളജി പോർഷൻസിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 16th question. Pick out the coelomate organism from the following. Option A, roundworm. B, hookworm. C, filarial worm. D, tapeworm. Answer option D, tapeworm. ഇനി മറ്റു ഓപ്ഷൻസ് roundworm, hookworm and filarial worm ഇവരെല്ലാം pseudocoelomate ഓർഗാനിസത്തിനകത്താണ് വരുന്നത്. Next, 17th question.
Find the relationship between the first pair and fill in the blank. First വരുന്നത് salamander is equal to amphibia. Second, chameleon is equal to dash. Option A, amphibia. B, reptilia. C, mammalia. Option D, none. Answer option B, reptilia, which means chameleon included in reptilia family. Okay. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് സീക്വൻസ് ഇൻ ഡെവലപ്മെന്റ് ഈസ്. ഓപ്ഷൻസ് എ, ഫെർട്ടിലൈസേഷൻ, സൈഗോട്ട്, ക്ലീവേജ്, മോറുല, ബ്ലാസ്റ്റുല ആൻഡ് ഗ്രാസ്റ്റുല. സെക്കൻഡ് ഓപ്ഷൻ ഫെർട്ടിലൈസേഷൻ, സൈഗോട്ട്, ബ്ലാസ്റ്റുല, മോറുല, ക്ലീവേജ് and gastrula. Option C, fertilization, cleavage, morula, zygote, blastula, then gastrula. Option D, none of these. Answer option A, fertilization, then zygote, then cleavage, then form morula, then it form blastula, then gastrula. That's the correct order. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം. The force that initiate evolution is. Options A, variation, B, mutation, C, extinction, D, adaptation. Answer option A, variation. Variation is the force that initiate evolution. ഇനി 20ാമത്തെ ചോദ്യം. Kwashiorkor and Beriberi are. Options A, deficiency diseases, B, infectious diseases, C, communicable diseases. Option D, food poisoning. Answer option A, deficiency diseases. നമുക്കറിയാം Kwashiorkor and Beriberi are deficiency diseases. അപ്പോൾ ഇന്ന് ഈ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി എല്ലാ വെനസ്ഡേസിലും നമുക്ക് കെമിസ്ട്രി ടിപ്സിലൂടെ ഈ സെയിം ടോപ്പിക്സിൽ നിന്നുള്ള ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.